സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി രാജനാണ് ചർച്ച നടത്തിയത്. ഇനി നമുക്കിപ്പം ഐഷത്തുൽ ഷംന നമ്മുടെ പാലക്കാട് റിപ്പോർട്ടർ ചേരുകയാണ്. ഷംന, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് കെ രാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്? അദ്ദേഹം ചർച്ച നടത്തി. ചർച്ച ഒരുവിധം ഈ പ്രതിഷേധമൊക്കെ അവസാനിപ്പിക്കാൻ കാരണമായിട്ടുണ്ടോ? എന്തായാലും കുടുംബം ഇപ്പോഴും നഷ്ടപരിഹാരം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ജോലി തേടിയാണ് രാംനാരായണൻ കേരളത്തിലെത്തുന്നത്, പാലക്കാട് എത്തുന്നത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ ആശ്രയമൊക്കെ ആയിരുന്നു. ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ജോലി ചെയ്യാൻ വേണ്ടി കേരളത്തിലെത്തിയതാണ്. അയാളെയാണ് ഈ ഒരു സംഘം ചേർന്ന്, ഒരു കൂട്ടം ആളുകൾ ചേർന്ന് അതിക്രൂരമായി തല്ലിക്കൊല്ലുന്നത് എന്ന് തന്നെ പറയാം. ഇപ്പോൾ അതിന്റെ എന്തായാലും ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി പുറത്ത് വന്നിട്ടുണ്ട്. നേരത്തെയൊക്കെ പോലീസ് സർജൻ ഉൾപ്പെടെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിനാണ് ഈ രാംനാരായൺ ഇരയായത് എന്നുള്ള ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്നത് തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലും ഉള്ളത്. ഇതിൽ തന്നെ നേരത്തെ പ്രതിയായ അല്ലെങ്കിൽ അറസ്റ്റിലായ 5 പേര്, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. നിലവിൽ ഈ പ്രതികളായിട്ടുള്ള 5 പേരും മറ്റ് പല കേസുകളിലും ഇതുപോലെ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ്. നിലവിൽ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നത് ഉൾപ്പെടെയുണ്ട്. ഇതിൽ തന്നെ 4 പേർ RSS പ്രവർത്തകരാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് 1-ാം പ്രതിയായ അനന്തു ഈ രാംനാരായണന്റെ മുതുകിലും കയ്യിലും വടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. 2-ാം പ്രതിയായ പ്രസാദ് കൈകൊണ്ട് തലക്കടിച്ചു പരിക്കേൽപ്പിച്ചു, അതുപോലെ വടി ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു. 3-ാം പ്രതിയായ മുരളി മുഖത്ത് അടിച്ചു പരിക്കേൽപ്പിച്ചു. 4-ാം പ്രതിയായ അനന്തൻ കാല് കൊണ്ട് ചവിട്ടി പരിക്കേൽപ്പിച്ചു. ഇങ്ങനെ ഓരോ പ്രതികളും കൃത്യമായി എത്ര ക്രൂരമായാണ് രാംനാരായണനെ മർദ്ദിച്ചത് എന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊന്ന്, അന്വേഷണത്തിന്റെ കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടായേക്കാം. വിവരങ്ങളുമായി ചേർന്നാലും പാലക്കാട് ഒരു ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് നടന്നത് എന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് കൊടുത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.